ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം. തൃണാവർത്തൻ എന്ന രാക്ഷസന് ഭഗവാൻ മോക്ഷം കൊടുത്ത കഥ കേട്ടാലോ? ഏതാണ്ട് കണ്ണന് 1 വയസ്സോട് പ്രായമടുത്ത സമയത്ത് നടന്ന കഥയാണ്. ഒരു ദിവസം തൻ്റെ മടിയിൽ കിടന്ന് കളിച്ചിരുന്ന കുട്ടിയെ യശോദാമ്മ ചുംബനാദികളാൽ ലാളിച്ചു കൊണ്ടിരിക്കുമ്പോൾ മടിയിൽ കിടന്നിരുന്ന കണ്ണൻ്റെ കനം കൂടി വരുന്നതായി യശോദാമ്മയ്ക്ക് അനുഭവപ്പെട്ടു. യാദൃച്ഛികമായി കുട്ടിയുടെ ഭാരം യശോദാമ്മയെ വിസ്മരിപ്പിച്ചു. ഭാരം താങ്ങാതായപ്പോൾ യശോദാമ്മ കണ്ണനെ നിലത്ത് കിടത്തി ഗൃഹവൃത്തികൾക്കായി പോയി. അപ്പോൾ കംസഭൃത്യനായ തൃണാവർത്തൻ എന്ന അസുരൻ ചുഴലിക്കാറ്റിൻ്റെ സ്വരൂപമെടുത്ത് ഗോകുലത്തിലെങ്ങും പൊടിപടലങ്ങൾ പടർത്തിക്കൊണ്ട് ദിക്കെല്ലാം ഘോര ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു യശോദാമ്മ താഴെ കിടത്തിപ്പോയ ഈ കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയി. പൊടിപടലങ്ങൾ ഗോകുലത്തിലെങ്ങും വ്യാപിച്ചതിനാൽ അവിടെ അന്തരീക്ഷം ഇരുട്ടായി. ജനങ്ങൾക്ക് തമ്മിൽ കാണുവാൻ കഴിഞ്ഞില്ല. കൂടാതെ അതിഭയാനകമായ ചുഴലിക്കാറ്റും. ഇതെല്ലാം പെട്ടെന്ന് വന്നത് കണ്ട് പരിഭ്രമിച്ച യശോദാമ്മ കുട്ടിയെ എടുക്കാനായി ഓടി വന്നു. പക്ഷേ താൻ കിടത്തിയിരുന്ന സ്ഥലത്ത് കുട്ടിയെ കണ്ടില്ല. പൊടിപടലങ്ങളാണ് രജസ്, ഇരുട്ടാണ് തമസ്. ഇവ രണ്ടും, അതായത് രജസും തമസും ചേർന്ന സ്ഥലത്ത് ഹൃദയത്തിൽ ഭഗവാനെ കാണാത്തതിൽ ആശ്ചര്യമില്ല. ചുഴലിക്കാറ്റിൽ എറിയപ്പെട്ട കല്ലുകളും മറ്റ് പദാർത്ഥങ്ങളും ശരീരത്തിൽ കൊണ്ട് ജനങ്ങൾ വേദന അനുഭവിച്ചു. ഇതിൻ്റെ നടുവിൽ ഉണ്ണിയെ കാണാഞ്ഞ് യശോദ അതിദുഃഖിതയായി. അതായത് കുട്ടി മരിച്ചുപോയ പശുവിനെ പോലെ കണ്ണീർ വാർത്തുകൊണ്ട് യശോദ മോഹാലസ്യപ്പെട്ടു വീണു. കുറച്ചു കഴിഞ്ഞപ്പോൾ കാറ്റ് നിലച്ചു. പൊടിപടലങ്ങൾ ശമിച്ചു. ഗോപസ്ത്രീകളൊക്കെ യശോദാഗൃഹത്തിലേക്ക് ഓടിയെത്തി. അവിടെയെല്ലാം നോക്കിയിട്ട് കണ്ണനെ കാണുന്നില്ല. യശോദാമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ കണ്ണൻ എന്തോ അപകടം സംഭവിച്ചു എന്ന് മനസ്സിലാക്കി അവരും ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഇനി തൃണാവർത്തന് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. അവൻ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ വന്ന് ഭഗവാനെയും എടുത്ത് മേൽപോട്ട് പൊങ്ങി. ആദ്യം ഭഗവാനും സ്വല്പം ഭാരം കുറച്ചു കൊടുത്തു. ആവുന്നത് മേൽപോട്ട് പോകട്ടെ എന്ന് കരുതിയാവും. കാരണം എത്ര മുകളിൽ പോകുന്നുവോ പതനത്തിൻ്റെ ഘനം, വേഗം എല്ലാം അത്രയും കൂടും. കുറച്ച് മേൽപോട്ട് പോയപ്പോൾ ഭഗവാൻ ശരീരഭാരം കൂട്ടി. അവൻ്റെ ഗമനം നിന്നു. മേൽപോട്ട് ഭാരം കാരണം പോകാൻ പറ്റാതായി. ഭഗവാൻ അവനും മോക്ഷം കൊടുക്കുവാൻ തീരുമാനിച്ചു. കുട്ടിയെയും പൊക്കി ഇനി മേലോട്ട് പൊങ്ങാൻ കഴിയില്ല എന്നറിഞ്ഞ അസുരൻ കുട്ടിയെ താഴേക്കെറിഞ്ഞ് വധിക്കാമെന്ന് കരുതി. പക്ഷേ ഭഗവാൻ അവൻ്റെ കഴുത്തിൽ അമർത്തി പിടിച്ചിരിക്കുന്നതിനാൽ കഴുത്തിൽ നിന്ന് വേർപെടുത്തി താഴേക്കിടുവാൻ കഴിഞ്ഞില്ല. ഭഗവാനെ എടുത്ത് മേൽപോട്ട് ഉയരുന്ന സമയത്ത് തന്നെ അസുരൻ ചുഴലിക്കാറ്റിൻ്റെ രൂപം കളഞ്ഞ് സ്വരൂപമായ അസുരരൂപത്തെ അവലംബിച്ചു. കുട്ടികൾ ഭയക്കുമ്പോൾ സാധാരണ തന്നെ എടുത്തവരെ പേടിച്ച് മുറുക്കി പിടിക്കാറുണ്ട്. അതുപോലെ പേടിച്ചിട്ട് കുട്ടി തൻ്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചതെന്നാണ് അവൻ ആദ്യം വിചാരിച്ചത്. ഭഗവാൻ ഏതൊരുവനെയാണോ കൈകൊടുത്ത് പിടിക്കുന്നത് പിന്നെ അവനെ ഒരിക്കലും കൈവിടുകയില്ല. ഇത് ഭഗവാന്റെ സ്വഭാവമാണ്. അസുരനാണെങ്കിലും തന്നെ പിടിച്ച തൃണവർത്തനെ ഭഗവാനും ഇനി വിടാത്ത വിധം പിടിച്ചു. അസുരൻ വിട്ടെങ്കിലും അവന് മോക്ഷം കൊടുക്കാതെ വിടില്ല എന്ന് ഭഗവാനും ഉറപ്പിച്ചു. തന്നെ വധിക്കാനായി വന്നവരോട് പോലും ഭഗവാൻ തൻ്റെ ദയയും കാരുണ്യവും കാണിക്കുന്നതിനെ ശ്രീകൃഷ്ണ ലീലകളിൽ നമുക്ക് ഉടനീളം കാണാം. അപ്പോൾ ഭക്തിയോടുകൂടി ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുന്നവരെ ഭഗവാൻ കൈവിടുമോ? ഭഗവാന്റെ കഴുത്തിലെ പിടുത്തം ബലമായിരുന്നതിനാൽ അവന് ശ്വാസമെടുക്കാൻ കഴിഞ്ഞില്ല. കൈകാലിട്ടടിക്കാൻ തുടങ്ങി. കണ്ണുകൾ തുറിച്ചു. ശബ്ദവും ചലനവും നിലച്ചു. മരിച്ച് കുട്ടിയോടുകൂടി ഭൂമിയിൽ പതിച്ചു. പൂതനാവധം ചെയ്ത സമയത്ത് അവൾ ഭീകര സ്വരൂപമെടുത്ത് പിടയുന്നത് കണ്ട് ഗോകുലവാസികൾ ഭയപ്പെട്ടിരുന്നു.
അതുപോലെ ഇപ്പോൾ അവർ ഭയപ്പെടേണ്ട എന്ന് കരുതിയാവാം ആകാശത്ത് വെച്ച് തന്നെ ഭഗവാൻ തൃണാവർത്തന് മോക്ഷം കൊടുത്തു. അതിനുവേണ്ടിയായിരിക്കാം തന്നെയും എടുത്ത് ആകാശത്തിലേക്ക് ഉയരുവാൻ ഭഗവാൻ അവനെ അനുവദിച്ചത്. അതിവേഗത്തിലുള്ള അവൻ്റെ വീഴ്ച വന്നു പതിച്ചത് നന്ദഗൃഹത്തിൻ്റെ മുന്നിലുള്ള കല്ലുകൾക്ക് മീതെ ആയതിനാൽ ഭയങ്കര സ്വരൂപമായിരുന്ന അവൻ്റെ ശരീരം 4 പാടും ചിന്നിച്ചിതറി. ഇത് ഗോപസ്ത്രീകളെല്ലാം കണ്ടു. ത്രിപുരന്മാരുടെ പുരം മഹാദേവന്റെ അസ്ത്രത്താൽ മുറിഞ്ഞു വീണപ്പോൾ എത്ര ഭയാനകമായിരുന്നുവോ അതുപോലെ ഭയങ്കരമായിട്ടാണ് ഈ അസുരൻ വന്ന് നിലം പതിച്ചത്. അവൻ്റെ സ്ഥിതി ഇതായിരുന്നാലും ഭഗവാന് ഒന്നും സംഭവിച്ചിരുന്നില്ല. ആ അസുരന്റെ മാറിടത്തിൽ കിടന്ന് കളിച്ചിരുന്ന കുട്ടിയെ ഗോപികൾ ചെന്നെടുത്തു യശോദയുടെ കയ്യിൽ കൊടുത്തു. മനുഷ്യരെ ഭക്ഷിക്കുന്ന രാക്ഷസന്റെ കയ്യിൽ നിന്ന് ഒന്നും സംഭവിക്കാതെ കുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോൾ യശോദയും നന്ദഗോപരും ജനങ്ങളും അത്യധികം സന്തോഷിച്ചു. അവൻ്റെ ശരീരത്തെ യമുനയിൽ ഒഴുക്കിയെന്ന് വിചാരിക്കാം. രാക്ഷസന്റെ കയ്യിൽ നിന്നും യാതൊരു അപകടവും സംഭവിക്കാതെ കുട്ടിയെ കിട്ടിയത് അവർക്കെല്ലാം അത്ഭുതമുണ്ടാക്കി. അവരുടെ സന്തോഷം പറഞ്ഞാൽ തീരുന്നതല്ല. അന്യരെ ഹിംസിക്കുന്ന ദുഷ്ടനെ അവൻ ചെയ്ത പാപം തന്നെ ഹിംസിക്കുന്നു. വാളെടുത്തവൻ വാളാൽ എന്നൊരു പഴമൊഴിയുണ്ടല്ലോ. അതുപോലെ നല്ലവനെ തക്ക സമയത്ത് അവൻ്റെ പുണ്യകർമ്മഫലം തന്നെ രക്ഷിക്കുന്നു. ധർമ്മോ രക്ഷതി രക്ഷിത. ദുഷ്ടനായ ഈ അസുരൻ അവൻ്റെ പാപകർമ്മങ്ങളാൽ തന്നെ നശിപ്പിക്കപ്പെട്ടപ്പോൾ നല്ലവരായ നമ്മുടെ ഈശ്വരഭജനത്തിൻ്റെ പുണ്യത്താൽ കുട്ടി യാതൊന്നും സംഭവിക്കാതെ ഭഗവത് അനുഗ്രഹത്താൽ രക്ഷപ്പെട്ടു എന്ന് ഗോപി ഗോപന്മാർ സാന്ത്വനപ്പെട്ടു. ഹരേ കൃഷ്ണ. ഇതാണ് തൃണാവർത്ത മോക്ഷം. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.